ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അവിൽ കൊണ്ടൊരു ക്രിസ്പി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ അവിൽ വെച്ചുള്ള ഈ അടിപൊളി ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് അവിലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ ബ്രൗൺ കളറിലുള്ള അവിലായാലും മതി കേട്ടോ. അപ്പോൾ 2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 2 കപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ടാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ അവിൽ നല്ലവണ്ണം മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിൽ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിൽ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇതിലെ വെള്ളം എല്ലാം മാറ്റണം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ വെക്കണം. അവിലെ വെള്ളം എല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് സ്നാക്ക് റെഡിയാക്കാൻ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതിലെ വെള്ളം എല്ലാം വാർന്നു പോയിക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലും വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നു പോയിക്കോളും. ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. അപ്പം ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും കിട്ടുക. വെള്ളം അധികം ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ് വെള്ളം ചേർക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് വേണം കേട്ടോ. 1 ടീസ്പൂൺ വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ വറക്കാത്തതായാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന ഒറിഗാനോ ഉണ്ടല്ലോ, അതൊരു പിഞ്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സ്നാക്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ഒരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. നമുക്ക് ആവശ്യമുള്ളത്ര വലിപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കുക. അതിന് ശേഷം ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഈ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇത് വേറൊരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അതായത് ഇതിൻ്റെ നടുവിലൊരു ഓട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു മരുന്നും കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ നടുവിൽ നല്ലൊരു ഹോൾസ് കിട്ടും ഇതുപോലെ. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തിട്ട് ഫ്രൈ ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തെടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ബാറ്റർ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് തിക്ക് ബാറ്റർ ആക്കാനും പറ്റില്ല, അതുപോലെ ഒരുപാട് ലൂസ് ബാറ്റർ ആക്കി എടുക്കാനും പറ്റില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് പൊരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ ഉണ്ടാക്കി വെച്ച സ്നാക്ക് ഇതിലൊന്ന് മുക്കിയെടുക്കാനായിട്ട് പറ്റണം. പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മൈദയുടെ മിക്സിലൊന്ന് ഇതൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ മൈദയിൽ മുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു മുട്ട എടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ മുക്കിയെടുത്താലും മതി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
നമ്മൾ അരിപ്പൊടിയും അവിലൊക്കെ ചേർത്തുണ്ടാക്കുന്ന സ്നാക്ക് ആയതുകൊണ്ട് നല്ല ക്രിസ്പി ആയൊരു സ്നാക്കാണിത്. നമ്മൾ വടയുടെ ഷേപ്പിലാണല്ലോ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വട നമ്മൾ ചട്നിയുടെ കൂടെയൊക്കെയല്ലേ കഴിക്കുക. അതുപോലെ ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചൂടോടുകൂടി നമ്മൾ ഈ സ്നാക്ക് കഴിക്കുകയാണെങ്കിൽ നല്ല ക്രഞ്ചി ആയിട്ടാവും ഇരിക്കുക. അപ്പോൾ നല്ല പുതിന ചട്നിയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയൊരു സ്നാക്കാണിത്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്